2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബറോഡയിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ മെല്ലെ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. പൊന്നുവിൻ്റെ പപ്പ പുറത്ത് വെയിറ്റ് ചെയ്യുന്നെന്ന് കോൾ വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേഷന്റെ മുൻവശത്തേക്ക് നടന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, അതുപോലെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തണുപ്പും. പപ്പയെ കണ്ടു. ഞങ്ങൾക്ക് പോകേണ്ട ട്രാവലർ പുറത്ത് ട്രാഫിക്കിൽ പെട്ടുപോയി. അയാളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം വണ്ടി എത്തി. നേരെ ഇനി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ള അക്കോമഡേഷനിലേക്കാണ്. പൊന്നുവിൻ്റെ ഫ്ലാറ്റിന് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ താമസ സൗകര്യം. ഒന്ന് നടന്ന് ചെന്നെത്താവുന്നതേ ഉള്ളൂ. റൂമിലെത്തി ഫ്രഷായി തിരിച്ച് അതേ വണ്ടിയിൽ ഞങ്ങൾ പൊന്നുവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഡിന്നർ അവിടെ നിന്നാണ്. ഇച്ചവും ബന്ധുക്കളും വീട്ടിലെത്തി. ബന്ധുക്കളെല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു, സംസാരിച്ചു തുടങ്ങി. റിലേറ്റീവ്സിന് ബറോഡയിൽ ആദ്യ കൂടിക്കാഴ്ചയാണിത്. ഇതിനു മുന്നേ പപ്പയും മമ്മിയും ദിവാലി ഹോളിഡേക്ക് നാട്ടിൽ വന്നപ്പോൾ കൊല്ലത്തും ആറ്റിങ്ങലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടതാണ്. ഇതിനിടയിൽ കല്യാണത്തിനുള്ള എൻ്റെ കോട്ടും സ്യൂട്ടും ഒന്ന് ട്രൈ ചെയ്തു. സഹായത്തിന് അളിയനുമുണ്ട്, വിനയ്, പൊന്നുവിൻ്റെ ബ്രദറാണ്. എന്തായാലും സംഭവം ഓക്കെയാണ്, നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. വേറെ ഓൾട്ടറേഷൻ ഒന്നും ആവശ്യമില്ല. കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. ഡിന്നറൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് യാത്രയായി. രാവിലെ തന്നെ റെഡിയായി പൊന്നുവിൻ്റെ വീട്ടിലേക്കാണ്. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. 2 ദിവസത്തെ യാത്രാക്ഷീണം കാരണം ഇന്നലെ എപ്പോൾ ഉറങ്ങിയെന്ന് ഒരു ഓർമ്മയുമില്ല. ഇപ്പോഴും ആ ക്ഷീണമുണ്ട്. പിന്നെ ഇന്നത്തെ പ്രധാന ചടങ്ങ് കല്യാണ പുടവ കൈമാറുന്നതാണ്. അമ്മയും അമ്മുവും മാമിയും ചേർന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാണ്. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സന്തോഷപൂർവ്വം പുടവയും താലിയും കൈമാറി. പിന്നെ ബന്ധുക്കളെല്ലാം കല്യാണ ചർച്ചയിലേക്ക് മുഴുകി. കൂടെ മെഹന്തി ആഘോഷവും തുടരുകയാണ്. ഇതിനിടയിൽ എനിക്കും ഇച്ചോനും പപ്പയ്ക്കും മമ്മിക്കും ചർച്ച് വരെ പോകണം. നാളെയാണല്ലോ കല്യാണം, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫ്ലാറ്റിൽ നിന്ന് താഴേക്കിറങ്ങി. ഇവിടെ ചില ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഹൽദിയുടെയും സംഗീതിന്റെയും ഒരുക്കങ്ങളാണ്. എന്റെ ഫ്രണ്ട് ദേവാൻഷിയാണ് ഇതിന്റെ എല്ലാം മേൽനോട്ടം. പുലർച്ചെ 4 മണിവരെ അവൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴിവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ചർച്ചിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഒരു 10 മിനിറ്റ് ദൂരമുണ്ട്. ഫാദറിനെ കണ്ടു. കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി തിരികെ യാത്രയായി. പൊന്നുവിൻ്റെ വീട്ടിൽ പോയി ലഞ്ചും കഴിച്ച് നേരെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ഇന്നത്തെ ഹൽദിയുടെയും സംഗീതിൻ്റെയും ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അമ്മു എനിക്ക് മേക്കപ്പ് ഇടുന്ന തിരക്കിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങി. ഞങ്ങളെ സ്വീകരിക്കാൻ വിനയും പപ്പയും മറ്റു ബന്ധുക്കളും വന്നിട്ടുണ്ട്. അവിടെ പൊന്നു ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നെ വെയിറ്റ് ചെയ്യുവാണ്. കൃത്യസമയത്ത് അവിടെ എത്തി. വൈകിപ്പിക്കാതെ ഫോട്ടോഷൂട്ട് കലാപരിപാടികൾ തുടർന്നു. അങ്ങനെ അതൊക്കെ തീർത്ത് കുറച്ചു നേരം മുകളിൽ പൊന്നുവിൻ്റെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തു. അമ്മുവും രുക്കുവും ഡാൻസ് പ്രാക്ടീസിലാണ്. ബന്ധുക്കളെല്ലാരും പുറകെ വരുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി. എല്ലാരും എത്തിയിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഹൽദി എൻ്റെ ആദ്യ എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് വേറെ ഹൽദി പരിപാടികളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല. വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പാരൻസും ബന്ധുക്കളും നെയ്ബേഴ്സും മറ്റ് ഫ്ലാറ്റുകളിലുള്ളവരും ഓരോരുത്തരായി വന്ന് കയ്യിലും മുഖത്തുമായി മഞ്ഞളിട്ടു. എല്ലാവരുടെയും ചിരിച്ച മുഖത്തോടെയുള്ള ആ മഞ്ഞ അണിയിക്കൽ മനസ്സറിഞ്ഞ അനുഗ്രഹമായി അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ 1 മണിക്കൂർ നീണ്ടു നിന്നു ഹൽദി പരിപാടികൾ. അടുത്തത് സംഗീതാണ്. ഞങ്ങൾ ഉടനെ തന്നെ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. ഞങ്ങൾക്കായി സംഗീത സദസ്സ് അവതരിപ്പിക്കുന്നത് പൊന്നുവിൻ്റെ സഹോദരനായ ദിവ്യേഷ് എന്ന ദിവ്യുഭായിയാണ്.
ദിവുവിന്റെ പാട്ടുകൾ നേരത്തെ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടിട്ടുണ്ട് ഞാൻ. ഇന്ന് നേരിട്ട് കേട്ടനുഭവിക്കാൻ പോവുകയാണ്. ഗസലും സിനിമാ സോങ്സും കവിതകളും ഒക്കെയായി ആ തണുത്ത രാത്രി വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അതിനിടയിൽ അമ്മുവിന്റെയും രുക്കുവിന്റെയും പിന്നെ എന്റെ മറ്റ് കസിൻസിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് സംഗീതത്തിന്റെ മാറ്റുകൂട്ടി. അനിയത്തിക്ക് വേണ്ടി വിനയുടെ സ്പെഷ്യൽ ഡാൻസ് ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ഇടയ്ക്ക് ഞാനും വിനയും ഒരു പാട്ടൊക്കെ പാടി. തിരക്കുകൾക്കിടയിലും കല്യാണത്തിൽ പങ്കെടുക്കാൻ ഐശ്വര്യ മാം വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയായിരുന്നു. എന്റെ ഗുരുവും മെന്ററും അമ്മയും എല്ലാമാണ് മാം. മാമിന്റെ മനസ്സറിഞ്ഞ ആശംസകളും അനുഗ്രഹങ്ങളും കുറെ കൂടി ഞങ്ങളെ സന്തോഷപ്പെടുത്തി. സ്റ്റേജിന് അകത്തും പുറത്തുമായി പാട്ടും നൃത്തവും അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, മനസ്സറിഞ്ഞ് നൃത്തം ചെയ്യുകയാണ്. അവസാനം മണിക്കൂറോളം നീണ്ടുനിന്ന ഗർഭയും കൂടിയായപ്പോൾ സംഭവം നന്നായി കൊഴുത്തു. വട്ടം കൂടി എല്ലാവരും ആടിത്തിമിർത്തു. നേരം വൈകുന്തോറും തണുപ്പിന്റെ കാഠിന്യം കൂടുന്നുണ്ട്. ഫോട്ടോ സെഷൻസും ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ പിരിയുമ്പോൾ സമയം 1 മണി കഴിഞ്ഞിരുന്നു. നാളെ വൈകുന്നേരം 4 മണിക്കാണ് വിവാഹ ചടങ്ങുകൾ. എന്തായാലും നേരം വൈകിപ്പിക്കാതെ നേരെ റൂമിലെത്തി ഉറക്കവുമായി. അടുത്ത എപ്പിസോഡിൽ ഞങ്ങളുടെ കല്യാണ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. കാത്തിരിക്കുക. ഒരുപാട് ഇഷ്ടത്തോടെ.